ഈ വരുന്ന പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് 5 അവസരങ്ങൾ വരുന്നുണ്ട്. SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ആ പ്രിലിംസ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു പുതിയ കോഴ്സ്, പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മേലെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിജേഷ് ദിനേശൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില ഡൗട്ടുകളും ചില ആവശ്യകതകളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോക്കാം. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള ഒരു പരീക്ഷ വരാൻ പോവുകയാണ്. അതിൻ്റെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ വരുന്ന തീയതി എന്ന് പറയുന്നത് നവംബർ 28 വരുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഓക്കെ, 2025 നവംബർ 28 അതിൻ്റെ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങും. അതുപോലെ തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഇനി കഴിഞ്ഞ തവണ ആ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് വന്നത് എന്നാണെന്നാണ്. പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് 11/3/2024 നിലവിൽ വരുന്നത്. 11/3/2024 കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഉൾപ്പെട്ടത് 770 പേരാണ്. ശ്രദ്ധിക്കണേ, 770 പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2024 3-ാം മാസം 11-ാം തീയതി വന്ന ലിസ്റ്റിൽ 770 പേര് ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ഇപ്പം നിലവിൽ അതിൻ്റെ അഡ്വൈസ് നില എന്താ? നമ്മൾ അങ്ങനെയാണല്ലോ പരീക്ഷ നോക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അഡ്വൈസ് എത്ര പോയി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അഡ്വൈസ് നില 294 പേർക്ക് എന്തുണ്ടായിരിക്കുന്നു, അഡ്വൈസ് പോയിരിക്കുന്നു. അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 16/10/2025 ഏകദേശം 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ 770 പേരിൽ 294 പേർക്ക്, പകുതിയോടടുത്ത് പേർക്ക് എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി 1.5 വർഷം കൂടി ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏകദേശം ആ ലിസ്റ്റിലേക്ക് മാക്സിമത്തിലേക്ക് എത്താനുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് ശ്രദ്ധിക്കുക. വന്നത് 2024 770 പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 1.5 വർഷം കൊണ്ട് തന്നെ ഇത്രയും പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തായിരുന്നു മാർക്ക്. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാർക്കൊന്നും അറിയാത്ത ഒരുപാട് പേരുന്നുണ്ട്. ആദ്യമായിട്ട് ഡിഗ്രി പരീക്ഷകൾ എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് 57 മാർക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ അതിൻ്റെ മെയിൻ എക്സാമിന് കട്ട് ഓഫ് ആയിട്ട് വന്നത്. 57 മാർക്ക്, 100 മാർക്ക് എന്ന് പറയുന്ന ഒരു കടമ്പയില്ലേ, വെറും 57 മാർക്ക് കൊണ്ടാണ് ഈ ലിസ്റ്റിൽ 770 പേര് ഉൾപ്പെട്ടത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചറിയാം, ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് ബാധിക്കുന്നതല്ല. കാരണം 57 മാർക്കൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു പരീക്ഷ അല്ലെങ്കിൽ അടുത്തൊരു നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, നിലവിൽ അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം നമുക്ക്. നോട്ടിഫിക്കേഷൻ വന്ന തീയതി 15/10/2025 ഒക്ടോബർ മാസത്തിലാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. 382/2025 അതാണ് അതിൻ്റെ കട്ട് ഓഫ്, അതിൻ്റെ ഒരു കാറ്റഗറി നമ്പർ. അതിൻ്റെ കാറ്റഗറി നമ്പർ 382/2025 ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19/11/2025 നവംബർ 19 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. 19/11 അത് അവസാനിക്കും. ഇനി കഴിഞ്ഞ പരീക്ഷയിൽ നോക്കിയ പോലെ തന്നെ നമുക്കതിൻ്റെ പഴയ ലിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കാം. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 3763 പേരാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഒരുപാട് 2 ഇരട്ടി 3 ഇരട്ടിയോളം അല്ലെങ്കിൽ 4 ഇരട്ടിയോളം എത്ര പേര് എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ 3763. അഡ്വൈസിന്റെ നിലവിലെ നില എന്ന് പറയുന്നത് 1653 പേര്. 1653, ഏകദേശം പകുതി പേർക്ക് എന്ത് പോയി കഴിഞ്ഞു, അഡ്വൈസ് പോയി കഴിഞ്ഞു. നോക്കൂ, ലാസ്റ്റ് അഡ്വൈസ് പോകുന്നത് 13/11/2025 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം പകുതിയിലധികം ആൾക്കാർക്ക് എന്ത് പോയി കഴിഞ്ഞു, അഡ്വൈസ് പോയി കഴിഞ്ഞു. ഇനിയും 1.5 വർഷം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെയും പറയാനുള്ളത്, ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടാവുന്ന രീതിയിലേക്ക് ഇത് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടൊരു കാഴ്ച കാണാം. 43.33
43 മാത്രമാണ് ഇതിന്റെ കട്ട് ഓഫ് വന്നത്. നമ്മൾ നേരത്തെ 50 മേലെ കണ്ട കട്ട് ഓഫ് ഇവിടെ വന്നത് 40 അല്ലെങ്കിൽ 50 താഴെ 45 താഴെ എന്ന് നമുക്ക് പറയാം. 43.33 മാത്രമാണ് അതിന്റെ കട്ട് ഓഫ് വന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് ഒരു LD ക്ലർക്ക് പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് നേടാവുന്ന ഒരു പരീക്ഷ തന്നെയാണ്. കാരണം ഇത്രയും ചെറിയൊരു കട്ട് ഓഫ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയത്തിന് മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റാവുന്നതാണ്. അതിൻ്റെ പ്രിലിംസ് ഉണ്ടാവും, അതുപോലെ തന്നെ മെയിൻസ് ഉണ്ടാവും. പ്രിലിംസ് പാസ്സാവുന്നതിനും മെയിൻസ് പാസ്സാവുന്നതിനും വേണ്ടിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇത് ഈ പറഞ്ഞത് കൂടാതെ തന്നെ വരാൻ പോകുന്ന പരീക്ഷകൾ ഒരു കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി നമ്പർ, അതും ഇതിനൊപ്പം തന്നെ വന്നതാണ്. കാറ്റഗറി നമ്പർ 383/2025. അതും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ചെയ്യാത്തവര് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19/11/2025 ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അവസാന ദിവസത്തേക്കൊക്കെ എത്തുമ്പോൾ സൈറ്റിൽ ചില കംപ്ലൈന്റ് ഒക്കെ വന്നിട്ട് ഒരു പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കൂടെ തന്നെയാണ്. എണ്ണം കുറച്ച് കുറവുണ്ടായിരിക്കും ലിസ്റ്റിൽ. നോക്കാം നമുക്ക്. റാങ്ക് ലിസ്റ്റിൽ നിലയിൽ വന്നത് 29/1/2024 29/1/2024 ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 1734. കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നേർപകുതിയാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു സംഖ്യയാണ്. 1734 പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അഡ്വൈസ് നില 830, അതും ഏകദേശം പകുതിയോളം പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 12/11/2025 അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 3 പരീക്ഷകൾ നമ്മൾ എടുത്തു നോക്കി. ഈ 3 കാറ്റഗറിയിലുള്ള പരീക്ഷകൾ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് 1.5 വർഷം കൊണ്ട് ഒരു പകുതിയിലധികം അല്ലെങ്കിൽ പകുതിയോളം അഡ്വൈസ് പോയിരിക്കുന്നു. ഇനിയുള്ള 1.5 വർഷം കൊണ്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാൾക്ക് ജോലി കിട്ടാൻ ഏറ്റവും മികച്ച സാധ്യതയാണ് മുന്നിൽ വരുന്നത്. ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് അതിന്റെ കട്ട് ഓഫ് നോക്കാം. അതും വലിയൊരു വ്യത്യാസമില്ലാതെ 53.67 അത്ര തന്നെയാണുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കി 3 പരീക്ഷകളിലും ഒരു ഒറ്റ പരീക്ഷ പോലും, ഒരു ഡിഗ്രി പരീക്ഷ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിഗ്രി ലെവൽ പരീക്ഷകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതിൽ തന്നെ 55 മാർക്കിന്റെ മുകളിൽ കട്ട് ഓഫ് പോവാത്ത 3 പരീക്ഷകൾ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ. ഇനി ഇതൊന്നും കൂടാതെ SBCID, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകളും ഈ പറയുന്ന പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് കൂടെ വരാനുള്ളതാണ്. കൂടാതെ ഈ വർഷാവസാനവുമായി ബന്ധപ്പെട്ടിട്ട് പുതിയതായി എന്തെങ്കിലും ഡിഗ്രി ലെവലുള്ള നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ പരീക്ഷയായിട്ടാണ് ഡിഗ്രി പ്രിലിംസ് മാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരീക്ഷകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കടക്കുക എന്ന് പറയുന്നത് വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പഠനം മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ നടക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ എന്താണ്, ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ എത്രയാണ് കട്ട് ഓഫ് എന്നൊക്കെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണല്ലേ. അപ്പോൾ ഈ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടും, അതൊരു ചോദ്യമാണല്ലോ. നമ്മൾ എങ്ങനെയാണ് ആദ്യഘട്ടമായിട്ടുള്ള പ്രിലിംസ് പാസ്സാവുക, അല്ലെങ്കിൽ എത്ര ദിവസമാണ് ഇനി മുന്നിലുള്ളത്, പ്രിലിംസിന് എത്ര ദിവസം നമ്മുടെ മുന്നിലുണ്ട് നോക്കാൻ. എന്താണ് പഠിക്കാൻ മുന്നിൽ ഇനി എത്ര സമയം, വല്ലാത്തൊരു ചോദ്യമാണ് അതല്ലേ, വല്ലാത്തൊരു ചോദ്യം. ആകെ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്തു, പക്ഷെ പഠിക്കാൻ എത്ര സമയമുണ്ട്. ശരി, നോക്കൂ, ഇനി ഈ രീതിയിലാണ് പരീക്ഷ പോകുന്നതെങ്കിൽ നവംബർ മാസമായി. ഇനി നമുക്ക് മെയ് മാസത്തോട് കൂടിയിട്ട് കേരളത്തിൽ ഒരു ഇലക്ഷൻ, അതിൻ്റെ ഭാഗമായിട്ടൊരു ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ പറയുന്ന പ്രിലിംസ് പ്രതീക്ഷിക്കാം. അങ്ങനെ അത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ തന്നെ അത് വരാൻ സാധ്യത ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ പറയുന്ന പ്രിലിംസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് മാസത്തിലാണ്? ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. മെയ് മാസത്തിലാണ് മിക്കവാറും ഇലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ മാർച്ചോട് കൂടിയിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ പറയുന്ന പ്രിലിംസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാർച്ച് മാസമാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ, മാർച്ച് ആണെങ്കിൽ തന്നെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം അത്രയും നമ്മൾ കണക്കൂട്ടിയാൽ മതി. കൂടുതൽ കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 4 മാസത്തേക്കുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടി? പ്രിലിംസ് പാസ്സാവുന്നതിന് വേണ്ടിയിട്ട്. ഒരിക്കലും അതിൽ എത്രത്തോളം മാർക്ക് കൂടുതലുണ്ട് എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം എത്രയാണ് ആ പ്രിലിംസ് പാസ്സാവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ മനസ്സിൽ വേണ്ടത്. അല്ലാതെ എത്ര റാങ്ക് ഉണ്ടാവും, മാക്സിമം സ്കോർ ചെയ്യുക, അതൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് പ്രിലിംസ് കടക്കാനുള്ള എന്ത് മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ മനസ്സിൽ വേണ്ടത് 4 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ 4 മാസം കൊണ്ട് നമുക്ക് ഇതെങ്ങനെ കടക്കണം എന്നുള്ളതാണ്. ഇനി അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത്
ആ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് 4 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കാൻ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചെത്താൻ ഒരു പക്ഷേ ജോലിക്ക് പോകുന്നവർ, അതുപോലെ തന്നെ മറ്റു കോഴ്സുകൾ ചെയ്യുന്നവർ, ഇത്തരം ആൾക്കാർക്കൊന്നും ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വലിയൊരു സിലബസ് എല്ലാം കൂടി വായിച്ചെത്തുകയോ പഠിക്കുകയോ ചെയ്തു അങ്ങനെ എത്തിയെന്ന് വരില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പോർട്ടൻസ് ഓഫ് PYQ എന്ന് പറയുന്ന ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചെടുത്തുകൊണ്ട് ഈ പ്രിലിംസിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്, അല്ലെ. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ അടുത്ത കാലത്ത് PSC പരീക്ഷകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രസ്താവന ചോദ്യങ്ങൾ, അല്ലെ. പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഭയങ്കര അധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ പ്രസ്താവന ചോദ്യങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ PYQ ഒരു സെഷനായിട്ട് എടുക്കുക. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു 6-7 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 2020 മുതൽ ഇങ്ങോട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മേഖല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു ഭാഗം പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച പോലെ തന്നെ ഞാനും നോക്കിയിരിക്കുന്നു. എന്താണ് ഹിസ്റ്ററിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ട് മിക്കവാറും പരീക്ഷകളിൽ ഒരു ചോദ്യം കാണുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഏരിയ പഠിക്കേണ്ടതുണ്ട്, അല്ലെ. അതുപോലെ തന്നെ അതിൽ തന്നെ വാസ്കോ ഡ ഗാമയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. ആ ഭാഗം പഠിക്കുകയാണെങ്കിൽ ഏത് പഠിക്കണം, ഈ പറയുന്ന യൂറോപ്യന്മാരുടെ അറൈവൽസ് പഠിക്കണം. ഇനി ഒന്നും കൂടി കഴിഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനം പോലെയുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലെയുള്ള ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ കഴിഞ്ഞ പരീക്ഷകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്കണോമിക്സിന്റെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം പോലെയുള്ള ഭാഗങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ പോലെയുള്ള ഭാഗങ്ങൾ ഇതെല്ലാം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ PYQ പഠിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് PYQ ജസ്റ്റ് നമ്മളൊരു 2, 3, 4 ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഏകദേശം ഒരു പിക്ചർ വരും. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ആ ഒരു ഭാഗത്തെ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ടോപ്പിക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിന് പകരം ഏത് ഭാഗത്ത് നിന്ന് വരുന്നു ആ ഭാഗത്തെ കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നോക്കൂ, ഇനി അപ്പോൾ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി, PYQന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി PYQ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ PYQ കിട്ടുമ്പോൾ SCERT ചാപ്റ്റേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് SCERT ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററും പഠിച്ചെത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 4 മാസം ഒരു പക്ഷെ തികയാതെ വന്നേക്കാം. അവിടെ SCERT ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ SCERT പാഠഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെ പറ്റും, ഈ പറയുന്ന PYQ നോക്കിയാൽ പറ്റും. അതായത് PYQ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണ് SCERT നിന്ന്. അപ്പോൾ ആ ഭാഗം നമുക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ ചാപ്റ്ററും പഠിച്ചെത്തില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക്, അത് സയൻസ് ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററിയുടെ ഭാഗം സോഷ്യലിൻ്റെ ഭാഗമാണെങ്കിലും മലയാളത്തിലെ ചില ഭാഗങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്ററുകൾ ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ SCERT പഠിക്കുന്നതിനും ഇമ്പോർട്ടൻ്റ് ഏരിയ പഠിക്കുന്നതിനും PYQ നമ്മളതിനെ വളരെയധികം സഹായിക്കും. കൃത്യമായിട്ടൊരു 4-5 ഞാൻ പറയുന്നത് 5 ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ SCERT ആണെങ്കിലും മറ്റു ഭാഗങ്ങളാണെങ്കിലും PYQന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ 4 മാസം നമ്മുടെ മുന്നിൽ കിടക്കുന്നു. 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് മറ്റു പ്രോഗ്രാമുകളുണ്ട്, പഠനമുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രിലിംസ് എങ്ങനെയും പാസ്സാവണം. അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ PYQന് ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ വർക്കൗട്ട് തുടങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അടുത്താണ് MEM എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കൺസെപ്റ്റാണ് MEM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. MEM എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഒരു ഭാഗം. നമുക്ക് പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് നിന്ന് 20, 20, 10 ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്, അല്ല. 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ്, 10 മാർക്കോളം വരുന്നത് എന്താണ്, 10 മാർക്കോളം വരുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തുണ്ടായിരിക്കും, പ്രിലിംസിന്റെ ഒരു 3/4 ഭാഗം മാർക്ക്, അതായത് ഒരു 75% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക എങ്ങനെ തന്നെയാണ് PYQ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഒരുപാട് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില വിപരീത പദങ്ങൾ, ആന്റോണിംസ്,
സിനോണിംസ്, അതുപോലെ ഫ്രേസൽ വെർബ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന്, ചില മാത്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മാർക്കിൽ തന്നെ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ MEM എന്ന് പറയുന്ന ഭാഗത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? PYQ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തൊരു ഭാഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള സമയം ഇത്രയാണ്. ആ സമയത്തിനുള്ളിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ, PYQ എന്ന് പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കവർ ചെയ്യുന്നതിലൂടെ നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് പ്രിലിംസ് പാസ്സാവും എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇത്രയാണ് വരിക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടും. SCRT ചാപ്റ്റർ ഏതൊക്കെ വേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. MEM എന്ന് പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള ഭാഗത്ത് നിന്ന് എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, ഏത് ഭാഗത്തിന് ഊന്നൽ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പഠിക്കാനൊക്കെ ഈ PYQ പോലെയുള്ള ഈ വർക്കൗട്ട് സെഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സമയമില്ലാത്തവർ, അതുപോലെ തന്നെ വേറെ ജോലിക്ക് പോകുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിലിംസിനെ നമ്മൾ ഒഴിവാക്കരുത്. ആ പ്രിലിംസ് പാസ്സാവാൻ നമുക്ക് എന്ത് മതി? ഈ പറയുന്ന ഈ PYQ സെഷൻ തന്നെ ധാരാളമാണ്. കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പഠിക്കുക. മെയിൻസിന് വന്ന കട്ട് ഓഫ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് എന്ത് പ്രിലിംസിനും കട്ട് ഓഫ് വരിക. അപ്പോൾ നമ്മൾ CCയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, CC ഈ വരുന്ന പ്രിലിംസുമായി ബന്ധപ്പെട്ട്, ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് 5 അവസരങ്ങൾ വരുന്നുണ്ട്. SBCAD, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ആ പ്രിലിംസ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ഒരു പുതിയ കോഴ്സ്, പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. രസകരമായി പഠിക്കുക. ഇതുപോലെയുള്ള എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ടായിരിക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെൻറ്ററിങ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ CC എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മേലെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.